രാവിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ കുഞ്ഞുവാവനെ കാണാനായിട്ട് അഖിലിൻ്റെ വീട്ടിൽ പോവാൻ കേട്ടോ. അതേ വീട്ടിലെത്താറായി. അപ്പോൾ പോണ വഴി ഉച്ചത്തേക്കുള്ള കറിക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുവാവയുടെ എക്സ്പ്രഷനൊന്ന് കണ്ടു കേട്ടോ. അവളുടെ അടുക്കളയിലാണ് എന്തോ എടുത്തുകൊണ്ട് വരുന്നത്. എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു കേട്ടോ. കുറച്ച് നേരം ഒരു മണിക്കൂറോളം ഞാൻ അവിടെ നിന്നതിന് ശേഷം ഞാൻ ദേ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ മീനെടുത്ത് ചട്ടിയിലേക്ക് ഇട്ടു. കുറച്ച് ഉപ്പും കൂടി എടുത്ത് വെട്ടാനായിട്ട് പോവുകയാണ്. അയിലയാണ് കേട്ടോ വാങ്ങിയത്. കിലോ 240 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ 1/2 കിലോ വാങ്ങിയിട്ടുണ്ട്. നല്ല പച്ച അയിലയാണ് കേട്ടോ, നല്ല വലുതുമാണ്. അപ്പോൾ ഇത് മഴയും പെയ്യുന്നുണ്ട്. ഞാൻ ഇത് വെട്ടിയെടുക്കുവാണ് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. പീലിമോൾ എഴുന്നേറ്റല്ല, അവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്കിത് വെട്ടി റെഡിയാക്കി കൊണ്ടുപോകണം. അല്ലെങ്കിൽ പിന്നെ അവൾ വെള്ളത്തിൽ കളിക്കാൻ വരും കേട്ടോ. അങ്ങനെ ഇത് ഞാൻ അയില വെട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. 4 എണ്ണം ഉള്ളൂ കേട്ടോ. വലിയ അയില ആയതുകൊണ്ടേ 4 എണ്ണം ഉള്ളൂ. അയിലയുടെ കണ്ണൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വെട്ടുന്നത്. എനിക്കിഷ്ടമല്ല ഈ കണ്ണ് വെക്കുന്നതൊന്നും വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ തലയുടെ ഭാഗം കുറച്ച് വെച്ചിട്ട് കണ്ണ് കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആദ്യം ഞാനതിൽ മുട്ട കണ്ടോ, മുട്ട നല്ലതായിരിക്കും എന്ന് വിചാരിച്ചെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ വെട്ടിക്കഴിഞ്ഞു. പിന്നെ അതേ ഒന്ന് ഉപ്പിട്ട് നല്ലപോലെ തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ച ഇവിടെ തല തിന്നാനായിട്ട് മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അകത്തൂടെയൊക്കെ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് അതിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയിലയല്ലേ 3 പീസാക്കി മുറിക്കാം കേട്ടോ. ഇവിടെ വയറിൻ്റെ കഷ്ണവും വാലിൻ്റെ കഷ്ണത്തിനും ആളുണ്ട്, തലപ്പീസിന് ആളില്ല കേട്ടോ. തലപ്പീസ് ആയിരിക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാനത് എടുത്തിട്ട് വറക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിന്ന് ഉച്ചയൂണ് റെഡിയാക്കാം കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ട്, പരിപ്പുകറി വെച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ ചോറ് തന്നെയായിരുന്നു, പരിപ്പുകറിയും ചോറ് ആയിരുന്നു രാവിലെ. പിന്നെ ഉച്ചത്തേക്ക് അയില വാങ്ങിയിട്ടുണ്ട്. അയില വെട്ടി തേച്ച് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറി ഉണ്ടാക്കാം. എല്ലാവർക്കും എൻ്റെ കിച്ചൺ ലോജിലേക്ക് സ്വാഗതം. അപ്പോൾ 4 അയിലയുടെയും തലപ്പീസ് മാത്രം മാറ്റി വെച്ചിട്ട് അതിനൊന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് പുരട്ടി ഒന്ന് കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അയിലയുടെ തലപ്പീസിലേക്ക് മസാലയെല്ലാം പുരട്ടി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറി വെക്കാൻ ആവശ്യമായ ഞാനിപ്പോൾ തേങ്ങ അരച്ചാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയില്ലേ കൊപ്രയിട്ടുണ്ടായിരുന്നു, ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ചിരണ്ടാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ ഞാനത് പൂളി എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് പിന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തേങ്ങ പൂളി എല്ലാം റെഡിയാക്കി വന്നപ്പോഴേക്കും അയിലയുടെ വറുക്കാനുള്ള അയിലയുടെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ മീനെല്ലാം വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കൊച്ചുള്ളി എല്ലാം ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയില നല്ലപോലെ ഒന്ന് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നപ്പോൾ മറു സൈഡും കൂടി മറിച്ചിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുവാണ്. പിന്നെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്നിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് പാകത്തിന് വെള്ളവും കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ.
അരപ്പ് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ പാത്രം കഴുകാനായിട്ട് പോയി. കുറച്ച് പാത്രം കഴുകാണ്ടെന്നു. അപ്പോൾ ആ പാത്രം കഴുകി വന്നപ്പോഴേക്കും അരപ്പെല്ലാം തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അയില കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉച്ചയൂണിനുള്ള കറി എല്ലാ പരിപാടിയും സെറ്റായിട്ടുണ്ട്. ചോറ് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അയില ഫ്രൈ, പിന്നെ പരിപ്പ് കറി, അയിലക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ രാവിലത്തെ അടുക്കളപ്പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ടോ, ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അയില എടുത്തിട്ടില്ല. അയിലക്കറി ഫ്രൈ ഒക്കെ വൈകിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടോ കഴിക്കാൻ പോകുന്നു. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം പീലിമുളകും കൊടുക്കണം. അതിനപ്പുറത്ത് വരുന്ന കഴിക്കട്ടെ കേട്ടോ. മോൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.